ഹലോ ഇഫ. ഇഫ, ഹലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ആ, നമ്മള് കാണുന്നില്ലല്ലോ. ഓക്കെ. ആ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കുറേ ദിവസമായി മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണു. അപ്പൊ എനിക്ക് അതിനൊന്നും പ്രോപ്പർ റിപ്ലൈ ഒന്നും കിട്ടണില്ല. അതെ, അപ്പോ എന്താ വെച്ചാല് ഞങ്ങള് ആ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഉം 5 ഇയേഴ്സിന് ശേഷമാണ് വന്നിക്കണത്. 5 ഇയേഴ്സ് ഓക്കെ UAE സ്റ്റേ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിക്കണത്. ഓക്കെ അപ്പൊ റിലേറ്റീവ്സും എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഉം ഉം നമുക്കിപ്പോ മോളുടെ ക്ലാസ് ചെറിയ ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ. അങ്ങനെ പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്താൽ മതി. അതായത് ഇത്ര ദിവസം മുതൽ നാട്ടിൽ വന്നത് മുതൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറ്റുന്ന ക്ലാസ്സുകളിൽ ഞങ്ങൾ കയറാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിലൊരു മെസ്സേജ് എനിക്ക് വന്നാൽ മതി. അപ്പൊ ഞാൻ അയക്കുന്നതിന് റിപ്ലൈ വരുന്നില്ല. ഞാൻ ടെക്സ്റ്റ് ആ, ബുക്സ് ഒക്കെ ചോദിച്ചിരുന്നു. അതിനൊന്നും ഇല്ല, എനിക്ക് റിപ്ലൈ നോക്കാൻ കിട്ടാൻ. പറ്റുന്നില്ല മാം, ഭയങ്കര ആ ബിസി. അപ്പോ ഒരു കാര്യം, ഇനി ഇനി നമുക്ക് ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് മോളെ കൂടെ ഇരുന്നപ്പോ മാത്സ് ആള് ഭയങ്കരമായിട്ട് വീക്കാണ്. ഉം മാത്സ് കരയണം, ഉമ്മച്ചി എനിക്ക് ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓക്കെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ. ഉം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ പോണ്. ഓക്കെ. ഇഫയുടെ ഞങ്ങൾ ടെക്സ്റ്റ് നാട്ടിൽ നിന്ന് ബുക്കിന്റെ വാങ്ങിച്ചോളാം. ഓക്കെ. നാട്ടില് നിങ്ങൾ ആമസോൺ വഴി വാങ്ങിക്കേണ്ടി വരും. ആമസോൺ വഴി തന്നെ. ആ ഞങ്ങൾ ഇവിടെ മലപ്പുറത്ത് എവിടെ പോയിട്ട് നേരെ വാങ്ങിക്കണമെങ്കിൽ നേരെ വാങ്ങിക്കാം, കുഴപ്പമില്ല. ഉം നേരിട്ട് വാങ്ങിക്കണമെങ്കിൽ പറ്റും, എവിടെ പോയിട്ടായാലും. ഉം ഓക്കെ. അപ്പോൾ ആമസോൺ വഴി വാങ്ങിക്കേണ്ടി വരും. കാരണം അന്ന് ടെക്സ്റ്റ് ബുക്ക് വേണോന്ന് ചോദിച്ചപ്പം അവള് റിപ്ലൈ തരാത്തത് കൊണ്ട് അതെന്താ ഞാൻ അറിയോ ആ അതെന്താ അറിയോ ഇഫക്ക് സ്കൂൾ മാറണമെന്നുണ്ട്. കാരണം ഇഫയുടെ ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ അവിടുന്ന് പോയി. ആ ഇഫ അറിയാം. ഞങ്ങളടുത്ത് കമ്പൽ ചെയ്യുന്ന എനിക്ക് ഇനി വേറെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇഫയുടെ ഞങ്ങൾ മാറ്റാന്ന് വിചാരിച്ചപ്പോ ഇഫക്ക് ഇഷ്ടണ്ടായില്ല മാറാൻ. ഇപ്പൊ ഓക്കെ ബാസില് പിന്നെ വേറെ ഏതൊക്കെയോ കുട്ടികൾ പോയപ്പോ ആൾക്ക് ഭയങ്കര ഡെസ്പാണ് അവള്. ഓക്കെ. തീരെ ആ പോണ്ടാന്ന് പറഞ്ഞിട്ട്. ഉം അപ്പോ ഈ ടേം കഴിഞ്ഞിട്ട് ഞങ്ങള് മാറ്റാന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു. ഉം പക്ഷെ ഒന്നും കിട്ടാണ്ടായപ്പോ ബുക്ക് എന്തായാലും വാങ്ങിക്കുക. പിന്നെ ഇവിടുന്ന് ആക്ച്വലി മോൾ ഇഫ ഒരു എസ് പറഞ്ഞിരുന്നെങ്കിൽ ബുക്സ് ഇപ്പൊ ഓഫീസിലുണ്ട്. പക്ഷെ അത് ഇഫയ്ക്കുള്ള ബുക്ക് അതിലുണ്ടോ എന്നുള്ള കാര്യം ഇനിയിപ്പോ ഡൗട്ടാണ്. കാരണം യു അതെ. എയിലേക്ക് അയക്കേണ്ടതൊക്കെ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ആ UAE വേണ്ട, നമുക്ക് ഇല്ല ഇല്ല, നാട്ടിലും മതി. നാട്ടിൽ നിന്ന് മതി. ഓക്കെ. നാട്ടിൽ അതിനിപ്പോ ചോദിക്കണം എക്സ്ട്രാ ബുക്സ് G6 ഉണ്ടോ എന്നുള്ളത്. അതെ കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു എസ് പറഞ്ഞിരുന്നെങ്കിൽ അവക്കുള്ള ബുക്ക് അവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ അതെല്ലേ. വരുമ്പോ നാട്ടിൽ വരുമ്പോ വന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. അത് എവിടെയാ, നാട് എവിടെയാ? ഞങ്ങള് തളിക്കുളം, തളിക്കുളം. തൃശ്ശൂർ. ഓക്കെ ഓക്കെ. അപ്പോ ഇനി എന്താ ഫ്യൂച്ചറിൽ എന്താ ചെയ്യാൻ പ്ലാന്? ഇപ്പൊ ക്ലാസ്സിൽ ഡെയിലി കയറുവോ? അതൊക്കെയാണ് എനിക്ക് ഇപ്പൊ അറിയണ്ടേ. ക്ലാസ്സിൽ കയറും, എന്തായാലും കയറണം. ഓക്കെ മാറ്റണം എന്നുള്ളതിന് ഞങ്ങള് ഒരു പ്രോപ്പർ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ കാരണം ഞങ്ങളുടെ കംബാക്ക് എന്ന് പറഞ്ഞാൽ മൂത്താള് 2 മക്കളാണ് ഞങ്ങൾക്ക്. മൂത്താള് +2 കഴിഞ്ഞു. ഓക്കെ. റിസൾട്ട് വന്നിട്ടില്ല, NIOS ഉം ആണ് എഴുതിയേക്കണത്. ഉം പക്ഷെ ആളിനെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മള് ലോഡ് എൻട്രൻസിന് ചേർത്തിരിക്കുകയാണ്, ആ കോച്ചിങ്ങിന് അയക്കാണ് ഓക്കെ ക്ലീഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആളുടെ എക്സാം കഴിയാണ്ട് ഇനി തിരിച്ചു വരാൻ പറ്റൂല അങ്ങോട്ട്. ഉം ഉം അപ്പൊ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു ഉം ഇതിനനുസരിച്ച് നിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇഫ ഭയങ്കര വാശി പിടിക്കുന്നു. എക്സാമിന് ഇവിടെ എനിക്ക് പഠിക്കാൻ കഴിയൂല, ഉം എനിക്ക് തിരിച്ചങ്ങോട്ട് പോണം പറഞ്ഞിട്ടുള്ള വാശിയിലാണ്. പക്ഷെ എനിക്കിപ്പോ മൂത്താളുടെ കൂടെ നിക്കാതെ തരല്ലേ. അപ്പൊ ഓക്കെ. ഫാദർ വരുമ്പോ അയച്ചു കഴിഞ്ഞാല് കുട്ടി ഒറ്റയ്ക്കല്ലേ, അതെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ നെറ്റ് കണക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ 2-3 തവണ മോള് കേറിയപ്പോഴും കറണ്ട് പോക്ക് കാരണം ഉം കേറാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ. മാക്സിമം കയറുമ്പോൾ ലാപ്ടോപ്പ് വഴി തന്നെ കയറാൻ നോക്കണം. അതല്ലേ. എന്നാലേ അവൾക്ക് ഇരിക്കാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫോൺ വഴി ഇൻ കേസ് ഒരു വഴിയില്ല ഫോൺ വഴി കയറുകയാണെങ്കിൽ ഫോൺ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലേസിൽ വെച്ച് അവൾ ഇരിക്കണം. അവൾ പ്രോപ്പർ ആയിട്ട് ഇരിക്കണം. ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട്. എന്നിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം പറയണത്. നിനക്കും കൂടിയാണ് ഉണ്ട്, ലാപ്പ് ഉണ്ട്, കുഴപ്പമില്ല. ഇനി നാളെ മുതൽ അവള് ലാപ്പിൽ ഇരുന്നോളൂ. ഓക്കെ. പിന്നെ ലാപ്പില് അതായത് ഇപ്പൊ അവള് ചോദിക്കുമ്പോ അവള് ട്രാവലിംഗ് ആണെന്നൊക്കെയാ പറയണത്. അപ്പം ട്രാവലിംഗ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി. ഇപ്പോ ട്രാവലിംഗ് ആണ്, ആ എനിക്ക് ക്ലാസ്സിൽ കയറാൻ ഓ കഴിയില്ല ഓ എന്നുള്ള ഓ മെസ്സേജ് ആ ആ ഒരു ആ മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്കത് എന്ത് ചെയ്യാം, എല്ലാ ടീച്ചേഴ്സിനും പാസ് ചെയ്യാം. ഈ ആ അവർ ഇഫ കയറില്ല. ആ അപ്പൊ കാരണം അങ്ങനെ അല്ലേ. അറ്റൻഡൻസ് ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ആ എപ്പോഴും ഒരു കോൺടാക്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മള് അതെ. ക്ലാസ് ടീച്ചറും പാരന്റ്സും തമ്മിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതല്ലേ. ഇഫടെ നമുക്ക് കാര്യത്തിലേ ആ, ഇഫടെ കാര്യത്തിൽ എനിക്കത് ചെയ്യേണ്ടി വരുന്നില്ല. ഇത്രയും കാലം ഇഫ തന്നെയാണ് ആ ഫീഡ്ബാക്സ് ഒക്കെ.
ഒരു ഉം. മെസ്സേജ് പോലും ഇപ്പൊ ഞങ്ങൾക്ക് വിടേണ്ടി വരുന്നില്ല. കാരണം ഞാനും ബിസി, ഇഫടെ ഫാദറും ബിസി. ഇഫ ആ. തന്നെ അത് ഹാൻഡിൽ ചെയ്ത് ഒരു സിറ്റുവേഷനാണ്. അപ്പൊ കാരണം ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യേ ഓർമ്മയില്ല, ഉം. സത്യം പറയുകയാണെങ്കിൽ. ഞങ്ങളെ ചാനലിൽ പക്ഷെ ഇഫ ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഗ്രേഡ് 6ാം ക്ലാസ്സിലെത്തിയൊരു കുട്ടിയല്ലേ. അതെ അതെ അപ്പം മെസ്സേജ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻറ്സ് അയക്കണം. ഞങ്ങൾ അവള് എത്രയും ചെറിയ കുട്ടിയാണ്. ഒരു 6ാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ 12 വയസ്സായ ഒരു കുട്ടിയല്ലേ. അതെ അതെ അപ്പൊ അതെ. അതുകൊണ്ടാണ് അവള് മെസ്സേജ് അയക്കുമ്പോൾ ഉമ്മാടോ ഉപ്പാടോ മെസ്സേജ് അയക്കൂന്ന് പറയാം ഞാൻ അവളോട് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇനി എവിടെ ഞങ്ങളെവിടെ നിൽക്കാൻ പറഞ്ഞയക്കണില്ല. ഇപ്പൊ ആ. ഇത്രയും ദിവസം ഇപ്പൊ ബന്ധുക്കളുടെ അടുത്തൊക്കെ നിൽക്കാൻ പോയി. കുറെ നാളായല്ലോ അവളെ ആ. കണ്ടിട്ട്, 5 ഓക്കെ വർഷത്തിന് ഓക്കെ. ശേഷം ആ. കണ്ടതല്ലേ. ഇനിയിപ്പോ നാളെ മുതൽ ശരിക്കും തന്നെ ക്ലാസ്സിൽ ഇരുത്തിക്കോളാം. ഓക്കെ കറണ്ട് ഓക്കെ. പോക്കിന്റെ ആ. സമയത്ത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. ഇഷ്യൂസ് വരുമ്പോ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന ആ, ഇഷ്യൂ കാരണമാണ്. അപ്പൊ എനിക്ക് അറ്റൻഡൻസെങ്കിലും കൊടുക്കാൻ പറ്റും. ആ, മറ്റേത് അവള് അത്രയും ഒരുപാട് 2 വീക്സിൽ കൂടുതൽ ആബ്സെന്റ് വന്നു അവൾക്ക്. അതല്ലേ. അപ്പൊ അത് കൊറേ പിന്നെ വർക്കുകളും ഉണ്ട് അല്ലേ. കുറേ വർക്ക്സ് കൊറേ ഒക്കെ വർക്ക്. നിങ്ങക്ക് അസൈൻമെന്റ് ക്ലാസ് റൂമിൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് മേക്കപ്പ് ചെയ്യാം. അവള് നല്ല ഉഷാറാണ്. പ്രശ്നമൊന്നുമില്ല. പക്ഷെ പക്ഷെ മാത്സ് ഇരിക്കണം. വളരെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് മാത്സിന്റെ മാത്സിന്റെ. വേണമെന്നുണ്ടെങ്കിൽ മാത്സിന്റെ മിസ്സുമായിട്ട് ഒന്ന് ഇതേപോലെ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് അഭിരാമി മാം ആണെന്ന് തോന്നുന്നു. അഭിരാമിയായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും ഒരു കണ്ടിന്യൂസ് കോൺടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നോളും. നമുക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഈ സമാധാനമാവും. മാസല്ല, അടുത്ത മാസം എക്സാം അല്ലേ. ജൂലൈയിലാണ്. ജൂലൈ 2nd വീക്കില്. ഫസ്റ്റ് വീക്ക് റിവിഷൻ ആയിരിക്കും. 2nd വീക്കിൽ എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ സെപ്റ്റംബർ 16ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യും. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാ ഞങ്ങൾ ഇനി മുതലുള്ള ക്ലാസ്സിൽ മാക്സിമം ട്രൈ ചെയ്യും. അഥവാ പറ്റണില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചോളൂ. എന്നാൽ തന്നെ ഞങ്ങൾക്ക് സമാധാനം. ഓക്കെ. ഇവരുടെ പാരന്റ്സ് ഞങ്ങളുമായിട്ട് കോൺടാക്ട് റെസ്പോൺസിബിൾ ചെയ്യുന്നുണ്ട്. ആണല്ലോ. അതെ. അതായത് ഞങ്ങൾ പറ്റാത്തത് ഇഫടെ കൊണ്ടാണല്ലോ. കാര്യത്തിനേക്കാളും മൂത്താളെ കാര്യത്തിന് ആ. പ്രാധാന്യം കൊടുക്കണാരനാണ്. അവള് ചെറിയ കുട്ടിയല്ലേ എന്നുള്ളൊരു ഇതില് പക്ഷെ വിടാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്നുള്ള നിലയിൽ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ നമുക്കെപ്പോഴും ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ആ, അതുണ്ടാവുമല്ലോ. അപ്പൊ അതെ അതെ. അതുകൊണ്ടാണ് ഈ മെസ്സേജ് കോൺസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ. കുട്ടികളുമായിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ വേറെ ദേ 4 ഒന്നുമില്ലല്ലോ. മണി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പേര് വന്നിട്ട് ഫ്രൈഡേ ആ. അല്ലേ. അത് ഇവിടെ കുഴപ്പമില്ല. ഞാൻ തൊട്ടടുത്താണ് വേറൊരു പള്ളി. മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞത്. സമാധാനായി മാമിന് ബുദ്ധിമുട്ട് ചാടി. അവര് പോയപ്പോ ഓടി വന്ന് ഓണാക്കിയപ്പോഴാ 4 മണി കഴിഞ്ഞു. സോറി പറയണമെന്ന് വിചാരിച്ചിട്ട് ഓണാക്കി. ഇൻഷാ അല്ലാ കുഴപ്പമില്ല. ഞങ്ങൾ ഇനി ശ്രമിച്ചോളാം. എനിക്ക് മാത്സ് ആയിക്കോട്ടെ. മാമിന്റെ നമ്പർ ഒന്ന് ആ. അടിയിലൊന്ന് ഞാൻ മെസ്സേജ് ഞാൻ അയച്ചാൽ അയക്കാം. ഞാൻ ഞാനൊന്ന് ഇപ്പൊ കോൺടാക്ട് നിങ്ങൾ ചെയ്യാം. എനിക്ക് അയച്ച അതേ മെസ്സേജിലേക്ക് ഞാൻ തിരിച്ച് മറ്റേ ക്ലാസ് അഭിനന്ദ ഒക്കെ അവള് ചെയ്തോളും, കുഴപ്പമില്ലാതെ ചെയ്തോളും തോന്നുന്നുണ്ട്. ഉം. ടെക്സ്റ്റ് ആ. ബുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മാമിന്റെ ഹെൽപ്പ് വേണ്ടി വന്നേനില്ല. ഉം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ വർക്ക് ബുക്ക് മാത്രം, വർക്ക് പേപ്പേഴ്സ് എനിക്ക് മനസ്സിലാവണില്ല. ഇല്ല. ടെക്സ്റ്റ് ബുക്ക് അതാ പറഞ്ഞെ. ഇപ്പൊ ജസ്റ്റ് ഒരു എസ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഓഫീസിൽ സാധനം ഉണ്ടാവുമായിരുന്നു. അതല്ലേ. ഉം. ഇനിയൊന്ന് മാം ഞാൻ നാട്ടിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? എക്സാമിന് മുന്നേ കിട്ടിയിട്ട് കാര്യമില്ല. തൊട്ടടുത്താണെങ്കിൽ കിട്ടും, ഞാന് കിട്ടിയില്ലാന്നുള്ള കാര്യമില്ല. ഞാനൊന്ന് ഓഫീസിലേക്ക് വിളിച്ചിട്ട് സാറോട് സംസാരിച്ച് നോക്കട്ടെ. എക്സ്ട്രാ ബുക്സ് ഉണ്ടോ ചോദിച്ചു എവിടെ നോക്കട്ടെ. ആയാലും, അതായത് മറ്റേ എറണാകുളം മുതൽ കാസർഗോഡ് വരെ എവിടെ ആയാലും ഞങ്ങൾ പോയി വാങ്ങിക്കോളാം. ആമസോണിന് പോലും വെയിറ്റ് ചെയ്യണില്ല. എന്നാ ഓക്കെ. ഞാനൊന്ന് ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ എക്സ്ട്രാ ബുക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. ഉണ്ട് ഓഫീസിൽ വന്നിട്ട് വാങ്ങിക്കോളൂന്ന് പറയാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലാന്ന് പറയും. മാമിന്റെ പേരെന്താ? എന്റെ പേര് ജെബിൻ. ജെബിൻ. നാട്ടിലാണോ? ഞാൻ നാട്ടിൽ തന്നെ. ഞാൻ മലപ്പുറം. മലപ്പുറം. എന്നാ ഈ മാമിനെ കാണാനാണോ പോണെന്ന് പറഞ്ഞ ഇഫ? ഒരു മാമിന്റെ അടുത്ത് പോണെന്ന് പറഞ്ഞിരുന്നു. അത് ഏത് മാമിന്റെ അടുത്താണോ? കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഇത്തവണ ആയിരിക്കും. ഒരു അവളധികം മോളുണ്ടെന്ന് ഇരുന്നില്ല. പറഞ്ഞു. മാമിന്റെ ഒരു മോൾ അവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അത് അതേതാവും. ജജിന. ആ, അത്. ജജിന. കഴിഞ്ഞ വർഷം ചിലപ്പോ എടുത്തിട്ടുണ്ടാവും. എനിക്കറിയില്ല. ആ, ഓക്കെ. ജജിന അപ്പൊ മാം ശരി, ഇൻഷാ ആയിരിക്കും. അല്ലാ ഞങ്ങള് ഇനി ശരി. പ്രോപ്പർ ആയിട്ട് കോണ്ടാക്ട് ഓക്കെ. ചെയ്തോളാം. ശരി, താങ്ക് യു. ശരി എന്നാ. ബൈ.